നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാമ്പത്തിക തട്ടിപ്പിൽ വീഴാതെ ബാങ്ക് ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സൗദിയിലെ ബാങ്കുകൾക്ക് താൽക്കാലികമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതുമൂലം നേരിയ ബുദ്ധിമുട്ടുകൾ പ്രവാസികൾക്കുൾപ്പെടെ അനുഭവപ്പെട്ടെങ്കിലും നിങ്ങളുടെ പണം സുരക്ഷിതമാക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരം നടപടി. ബാങ്കുകളിൽ ഏർപ്പെടുത്തിയ ഈ താൽക്കാലിക നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും പിൻവലിച്ചതായി സൗദി സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ഓൺലൈൻ വഴി രാജ്യത്തിന് പുറത്തേക്ക് പണം അയക്കുന്നവർ പുതിയ അക്കൗണ്ടിലേക്കാണ് പണം അയക്കുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷവും മുൻപ് പണം അയച്ച അക്കൗണ്ടാണെങ്കിൽ ചുരുങ്ങിയത് 2 മണിക്കൂറിനുള്ളിലും മാത്രമായിരിക്കും അതത് അക്കൗണ്ടിലേക്ക് പണം എത്തുക. ചൊവ്വാഴ്ച മുതൽ പുതുക്കിയ നിർദ്ദേശങ്ങൾ നടപ്പായി തുടങ്ങിയിട്ടുണ്ടെന്ന് സൗദി സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. പതിവ് നടപടിക്രമങ്ങൾ അനുസരിച്ച് ഓൺലൈനായി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനുള്ള സേവനവും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ തങ്ങൾ ബാങ്കിംഗ് സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളുടെ വിശ്വാസ്യത ഉപഭോക്താക്കൾ ഉറപ്പാക്കണമെന്നാണ് പറയുന്നത്. ഇടപാടുകളിൽ മുൻകരുതൽ എടുക്കാനും വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പാലിക്കാനും ഉപഭോക്താക്കളോട് സെൻട്രൽ ബാങ്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്വന്തമായി ഇത്തരം റിസ്കുകൾ ബാങ്ക് ഉപഭോക്താക്കൾ കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് രേഖപ്പെടുത്താത്ത പുതിയ വിദേശ അക്കൗണ്ടുകളിലേക്ക് ഒരു ദിവസം പരമാവധി അയക്കാവുന്ന തുക 20,000 റിയാലും ഇലക്ട്രോണിക് സേവനങ്ങൾ വഴി ആഭ്യന്തര പ്രതിദിന കൈമാറ്റ പരിധി 60,000 റിയാലുമാക്കി സെൻട്രൽ ബാങ്ക് നേരത്തെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ബാങ്ക് ഉപഭോക്താക്കൾക്കുള്ള പ്രതിദിന പണക്കൈമാറ്റ പരിധി അവർക്ക് മുമ്പുണ്ടായിരുന്ന തലത്തിലേക്ക് തന്നെ പുനഃസ്ഥാപിച്ചതായും ഉപഭോക്താവിന് ബാങ്കുമായി ആശയവിനിമയം നടത്തി ആ പരിധി കുറയ്ക്കുന്നതിന് സൗകര്യം ഒരുക്കിയതായും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഗുണപരമായ നീക്കങ്ങളാണ് സൗദി സെൻട്രൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.